ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൂസ് ഫിറ്റ് ആയിട്ട് ഒരു കുർത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അത്രയും സിമ്പിളാണ് കേട്ടോ കട്ടിങ്. ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്യണേക്കാൾ എളുപ്പമാണ് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്. കാരണം പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യാനൊന്നും അധികം അതിൽ വരുന്നില്ല. പക്ഷെ നല്ല ട്രെൻഡിങ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ബോഡി പോർഷൻ കട്ട് ചെയ്ത് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി പോർഷൻ്റെ റോങ് സൈഡാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നെക്കിനായിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ ഈ ഒരു 3 സൈഡും ഞാൻ ചെറുതായിട്ടൊന്ന് അരികെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും കേട്ടോ. അതെ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ബോഡി പോർഷൻ്റെ സെൻറ്ററും ഈ ഒരു നെക്കിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കാം. രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോഡി പോർഷൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു നെക്കിൻ്റെ നല്ല വശം വേണം ചേർന്ന് വരാനായിട്ട്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തത് റോങ് സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ വരച്ചേക്കട തന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് അതേക്കടെ തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് അതേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് ലൈനിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നെക്കിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഈ ഒരു പാറ്റേണിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റും ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഒരു നെക്കിന് ചുറ്റും ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമുക്ക് നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല വശത്തേക്ക് മറച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിലൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെയല്ലേ ഇരിക്കണേ, ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു 3 സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ ചെയ്തേ ആ സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കും ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്ത സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വയ്ക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് മുതൽ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് വരെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. വല്ലാണ്ട് ചെരിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലേക്ക് വെക്കാനുള്ള പട്ട തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ 4.5 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബോഡി പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ഒരു പട്ട ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരണം കേട്ടോ. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ദേ ഇങ്ങോട്ട് മറിച്ചെടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലെ പട്ട തയ്ച്ച് കിട്ടും. അതിനുശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ റോങ് സൈഡിലേക്ക് മറിച്ചിട്ടതിന് ശേഷം സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.